ഇന്ന് യൂണിറ്റ് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റിൻ്റെ പേര് ഫെസ്റ്റീവ് ഫൺ എന്നാണ്. ഇതിൽ പേജ് നമ്പർ 38 എടുക്കുക. അതിലൊരു പിക്ചർ കാണുന്നില്ലേ? എന്താണ് പിക്ചറിൽ? ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണല്ലേ. വാട്ട് ഡസ് ദ പിക്ചർ ഷോ? എന്താണ് ചിത്രത്തിൽ കാണിക്കുന്നത്? ദ പിക്ചർ ഷോസ് എ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഒരു പിറന്നാൾ ആഘോഷമാണല്ലേ. വൈ ആർ ദ പീപ്പിൾ ഹാപ്പി? എന്തുകൊണ്ടാണ് ആളുകൾ സന്തോഷിക്കുന്നത്? ബിക്കോസ് ദേ ആർ സെലിബ്രേറ്റിംഗ് ബർത്ത്ഡേ. ഇവർ പിറന്നാൾ ആഘോഷിക്കുകയാണ്, അതുകൊണ്ടാണല്ലേ അവർ ഹാപ്പി ആയിരിക്കുന്നത്. ലെറ്റ്സ് സിങ് എ സോങ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. From good friends and true friends, from old friends and new friends, may good luck go with you and happiness too. എന്താണ്? ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണല്ലേ. നല്ല കൂട്ടുകാരും ഗുഡ് ഫ്രണ്ട്സും, അതുപോലെ തന്നെ ട്രൂ ഫ്രണ്ട്സും, അതുപോലെ തന്നെ പഴയ ഓൾഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പഴയ ഫ്രണ്ട്സും, അതുപോലെ തന്നെ പുതിയ ഫ്രണ്ട്സും ന്യൂ ഫ്രണ്ട്സും ഒക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. എന്താ പറഞ്ഞാൽ? മേ ഗുഡ് ലക്ക് ഗോ വിത്ത് യു ആൻഡ് ഹാപ്പിനെസ് ടു. ഭാഗ്യവും സന്തോഷവും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യണമല്ലേ. ഇനി അവിടെ നോക്കൂ, ഒരു ബബിൾ കാണിച്ചിരിക്കുന്നത്. അതിൽ എന്തായിരിക്കും പറയുണ്ടാവുക? ഹാപ്പി ബർത്ത്ഡേ എന്നായിരിക്കും അല്ലേ. പേജ് നമ്പർ 39. ദ സീ പാലസ്. കടൽ കൊട്ടാരം. സീ പാലസ് എന്ന് പറഞ്ഞാൽ കടൽ കൊട്ടാരം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു സ്വർണ്ണ മത്സ്യം കടലിൽ നീന്തുകയായിരുന്നു. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നത് അവൻ കണ്ടു. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. ഒരു സ്റ്റാർ ഫിഷ് തിരകളിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഒരു ജെല്ലി ഫിഷ് നീല വെള്ളത്തിൽ തിളങ്ങി. ഡോൾഫിൻസ് വർ ഡാൻസിങ്. ഡോൾഫിനുകൾ നൃത്തം ചെയ്യുകയായിരുന്നു. വേർ ആർ ദേ ഗോയിങ്? അവരെവിടേക്കാണ് പോകുന്നത്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഗോൾഡ് ഫിഷ് വിചാരിച്ചു. ഹി ഫോളോഡ് ദം. അവൻ അവരെ പിന്തുടർന്നു. ഇൻ ദ ഡീപ് സീ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. അതായത് ഡീപ് സീ എന്ന് പറഞ്ഞാൽ ആഴക്കടലിൽ അവൻ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് പാലസ് കണ്ടു, കൊട്ടാരം കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. ആ കൊട്ടാരം രത്നങ്ങളും മുത്തുകളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ദ ഡോർസ് ഓഫ് ദ പാലസ് വർ വൈഡ് ഓപ്പൺ. എന്താണ്? പാലസിൻ്റെ ഡോറുകളൊക്കെ തുറന്നിട്ടിരിക്കുന്നു. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച് ദ പാലസ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഗോൾഡ് ഫിഷും അവൻ്റെ കൂട്ടുകാരും പാലസിലെത്തി. ഇനി എന്ത് നടക്കും? നമുക്ക് നോക്കാം അല്ലേ. ഇനി ഇവിടെ നോക്കൂ, നിങ്ങളൊരു ബബിളിൽ ഗോൾഡ് ഫിഷ് എന്തോ ഒന്ന് ചിന്തിക്കണു അല്ലേ. കണ്ടോ? എന്താ ചിന്തിച്ചത്? വേർ ആർ ദേ ഗോയിങ്? ഇവരെവിടേക്കാണ് പോകുന്നത് എന്നല്ലേ ഗോൾഡ് ഫിഷ് തോട്ട് ചെയ്തത്. അപ്പോൾ അതവിടെ എഴുതുക. വേർ ആർ ദേ ഗോയിങ്. പേജ് നമ്പർ 40. ദ മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ മത്സ്യകന്യക. ഓക്കെ. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയേർഡ് നിയർ ദ ഡോർ. ഒരു നല്ല ഭംഗിയുള്ള മത്സ്യകന്യക ഡോറിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക. ഹൗ പ്രിറ്റി ഷീസ് എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് അത്ഭുതപ്പെട്ടു. എന്തു ഭംഗിയാണ് അവളെ കാണാനെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. ആ മെർമെയ്ഡിൻ്റെ പേരെന്താണ്? ജൂലിയ എന്നാണല്ലേ. ജൂലിയ രാജകുമാരി, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു കേട്ടോ. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്, ഓൾ ഓഫ് ദം സെഡ് ടുഗദർ. എന്നാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞു. ഓൾ ഓഫ് ദം സെഡ് ടുഗദർ. ദ ജെല്ലി ഫിഷ് ബോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. ഇനി ഓരോരുത്തരും എന്താ കുറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. ജെല്ലി ഫിഷ് എന്താ കൊണ്ടുവന്നത്? ഗ്ലിൻഡിങ് ലൈറ്റ്സ് ആയിരുന്നു. ഗ്ലിൻഡിങ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മിന്നിത്തിളങ്ങുന്ന വെളിച്ചം. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. വെയിൽസ് കൊണ്ടുവന്നത് എന്താണ്? കിലുങ്ങുന്ന ബാംഗിൾ. ജിംഗിൾ എന്ന് പറഞ്ഞാൽ കിലുങ്ങ. ജിംഗ്ലിംഗ് ബാംഗിൾസ്, കിലുങ്ങുന്ന വളകൾ. ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിനുകൾ എന്താ കൊണ്ടുവന്നത്? നല്ല മണമുള്ള പൂക്കളായിരുന്നു. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ ചിരിച്ചിട്ട് അവർക്ക് മറുപടി പറഞ്ഞു. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, കമോൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. എന്നാണ് താങ്ക് യു എൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്. താങ്ക് യു. ഗിഫ്റ്റ്സൊക്കെ കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്തല്ലോ, അതിന് താങ്ക് യു എന്ന് പറയുകയാണ്. ഇത് എന്താ പറയണേ?
വരൂ നമുക്ക് പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. There was a big cake on a table in the hall. ഹാളിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ വലിയൊരു കേക്ക് ഉണ്ടായിരുന്നു. The party began. പാർട്ടി ആരംഭിച്ചു. എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. How will they begin the party? അവരെങ്ങനെയാണ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുക, ബിഗിൻ ചെയ്യുക എങ്ങനെയാണ്? ഇതൊരു ബർത്ത്ഡേ പാർട്ടി അല്ലേ, അപ്പോൾ എങ്ങനെയാണ് ബർത്ത്ഡേ പാർട്ടി സ്റ്റാർട്ട് ചെയ്യുക നമുക്കറിയാലോ. എങ്ങനെയാണ്? ബൈ കട്ടിങ് ദ കേക്ക്. പേജ് നമ്പർ 41, ദ ബർത്ത്ഡേ പാർട്ടി. പ്രിൻസസ് ജൂലിയ വെൻറ്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. ജൂലിയ രാജകുമാരി ടേബിളിൻ്റെ അടുത്തോട്ട് പോയി, എന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അവൾ വജ്ര കിരീടം അണിഞ്ഞുകൊണ്ട് നല്ല മനോഹരിയായിട്ട് കാണപ്പെട്ടു. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും ക്ലാപ്പ് ചെയ്യും, അതുപോലെ തന്നെ പാട്ടുപാടും ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. എന്താ പറയണത്? ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ എന്ന് പറഞ്ഞ് എല്ലാവരും പാട്ടുപാടി, എന്നിട്ട് ക്ലാപ്പ് ചെയ്തു. എവ്രി വൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ. ഓരോരുത്തരും അവരവരുടെ സമ്മാനങ്ങൾ ജൂലിയയ്ക്ക് നൽകി. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ, സെഡ് ദ പ്രിൻസസ് സ്മൈൽ. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്, നമുക്കൊരുമിച്ച് ഡാൻസ് ചെയ്തിട്ട് സന്തോഷിക്കാമെന്ന് പ്രിൻസസ് ചിരിച്ചും കൊണ്ട് പറഞ്ഞു. ദ മ്യൂസിക് ബിഗാൻ. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. സംഗീതം ആരംഭിച്ചു, അവരെല്ലാവരും നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇനി ഇവിടെ നോക്കൂ, ആ ബബിളിൽ ആ കണ്ടോ ഫിഷ് എന്താ പറയേണ്ടാവുക ഗിഫ്റ്റ് കൊടുത്തിട്ട്? എന്തായിരിക്കും? ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ എന്നല്ലേ? അതവിടെ ഫില്ല് ചെയ്യണം. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ, ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഇതുപോലെ വല്ല ആഘോഷങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറയുകയാണ്. നമുക്കൊന്ന് പറയാം. ഇൻ ദ ലാസ്റ്റ് സമ്മർ ഹോളിഡേയ്സ് ഐ അറ്റൻഡഡ് ദ ഹൗസ് വാമിംഗ് സെറിമണി ഓഫ് മൈ ആൻഡ് ആൻഡ് അങ്കിൾ. കഴിഞ്ഞ വേനലവധിക്കാലത്ത് എൻ്റെ ആൻറ്റിൻ്റെയും അങ്കിളിൻ്റെയും ഹൗസ് വാമിംഗ് സെറിമണി എന്ന് പറയുന്ന ഗൃഹപ്രവേശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. വി വെൻറ്റ് ദർ ഇയർലി ഇൻ ദ മോർണിംഗ് വിയറിങ് ന്യൂ ക്ലോത്ത്സ്. പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് ഞങ്ങൾ അവിടെ രാവിലെ നേരത്തെ പോയി. ദ സെറിമണി സ്റ്റാർട്ടഡ് വിത്ത് എ ഗണപതി പൂജ. ഗണപതി പൂജയോടുകൂടി ആ ചടങ്ങ് ആരംഭിച്ചു. ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ദർ വാസ് എ മിൽക്ക് ബോയിലിംഗ് സെറിമണി. രാവിലത്തെ ഭക്ഷണത്തിന് മുന്നേ പാലുകാച്ചൽ ചടങ്ങ് ഉണ്ടായിരുന്നു. മെനി റിലേറ്റീവ്സ്, നൈബേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് കെയിം വിത്ത് ഗിഫ്റ്റ്സ് ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് കുറേ റിലേറ്റീവ്സും, നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അയൽപ്പക്കക്കാരും, അതുപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാം ഗിഫ്റ്റുമായിട്ട് വന്നു. എ ഗ്രാൻഡ് ഫീസ്റ്റ് വാസ് ഹെൽഡ് ആഫ്റ്റർവേർഡ്. അതിനുശേഷം ഒരു ഗംഭീര സദ്യ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ ഫോർ എവരി വൺ. എല്ലാവർക്കും അതൊരു നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഇങ്ങനെ ഞാനൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ വേണം നിങ്ങൾ പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ്റെ കുറിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനായിട്ട്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.